തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത് വംശനാശ ഭീഷണിയുള്ള കടലാമ മുട്ടയിട്ടു. ഒലിവ് റെഡ്ലി ടർട്ടിൽ എന്ന ആമയുടെ 81 മുട്ടകളാണ് കണ്ടെത്തിയത്. 30 വർഷത്തിന് ശേഷമാണ് ഈ കടലാമ ശംഖുമുഖത്ത് വീണ്ടും വന്നത്. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, എങ്ങനെയാണ് ഈ ആമയുടെ മുട്ടകൾ കണ്ടെത്തിയത്? ദിവ്യ പറഞ്ഞതുപോലെ 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഒലിവ് റെഡ്ലി ടർട്ടിൽ എന്ന കടലാമ ശംഖുമുഖം തീരത്തെത്തിയത്. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമയാണ്. ഞായറാഴ്ച രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾ ഈ കടലാമയെ ശ്രദ്ധിക്കുന്നത്. ശംഖുമുഖത്തെ കൽമണ്ഡപത്തിനോട് ചേർന്ന് ഈ കടലാമ നീങ്ങുന്നതാണ് കണ്ടത്. തുടർന്ന് ഇവർ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഫീൽഡ് ഓഫീസറായിട്ടുള്ള അജിത് ശംഖുമുഖത്തെ അറിയിക്കുകയായിരുന്നു. അജിത് ശംഖുമുഖം വന്ന് പരിശോധനയും മറ്റൊക്കെ നടത്തിയപ്പോഴാണ് മണ്ണിനടിയിൽ മുട്ടകൾ ഇട്ടതായിട്ട് മനസ്സിലാക്കിയത്. 81 മുട്ടകൾ ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നിരീക്ഷണവും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരണം ആരെങ്കിലും വന്ന് ഈ മുട്ട എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യരുതെന്നുള്ള അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് നിരീക്ഷണത്തിന് വേണ്ടി ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. 40 ദിവസം വേണം ഇനി ഈ മുട്ടകൾ വിരിയാൻ. അതിനുശേഷം ഈ ഇവയെ തിരികെ കടലിലേക്ക് തന്നെ വിടുമെന്നാണ് ഫീൽഡ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. RB സനൂപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.